ഞാനെന്ത് കമൻറ്റാ പറയട്ടെ. ഇത് പിന്നെ പ്രമോദും രഞ്ജിത്തും എല്ലാം കൂടെ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും. ഇത് ഞാനും കണ്ടിട്ടുള്ള കാഴ്ചയാണ്. സർക്കാരിൻ്റെ തുരുമ്പെടുത്തില്ലെങ്കിലും തുരുമ്പ് എടുപ്പിക്കും. അപ്പോൾ സർക്കാർ എന്ത് പാപമാണ് ചെയ്ത് സർക്കാർ ഇങ്ങനെ ഒരു സംവിധാനം ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഒരു പൊരുൾ ആശുപത്രിയിലേക്ക് ലഭിക്കുമ്പോൾ ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ആശുപത്രിക്ക് ലഭിക്കുമ്പോൾ അത് വർഷങ്ങളോളം പെയിൻറ്റ് പൊളിച്ച് തുരുമ്പെടുക്കുന്നു എന്ന് കണ്ടാൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന പേഷ്യൻസൊക്കെ എന്നെ ബൈസ്റ്റാൻഡേഴ്സ് ഒന്ന് അങ്ങനെയുള്ള കുറച്ച് കട്ടുകളൊക്കെ അവർ വെറുതെ ഇരുന്ന് ബൈസ്റ്റാൻഡേഴ്സായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഒന്ന് സാൻഡ് പേപ്പറിട്ട് ഒന്ന് തിരിച്ച് ഡോക്സൈഡ് അടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ വന്നാൽ അത് നശിക്കില്ല. ഇത് ആ തുരുമ്പ് വലുതായി ദ്രവിച്ച് അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഒരുപക്ഷെ ഇവിടെ പ്രസവിച്ച ഒരു കുഞ്ഞ് പ്രസവിക്കാൻ വേണ്ടി അമ്മയായിട്ട് വരുന്ന സമയത്ത് ഈ കട്ടിൽ ഉണ്ടാവാതെ തറയിൽ കിടക്കേണ്ട അവസ്ഥ പകുതി ഇല്ല. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ സർക്കാർ പാതി ബാക്കി നമ്മളാണ് പാതി. നമ്മളത് സംരക്ഷിച്ച് കൊണ്ടുപോകണം. അതൊരു വലിയ സമൂഹത്തിന് പിന്നെയും ആവശ്യമായി വരുന്ന സംവിധാനമാണ് പൊതു ആരോഗ്യ സംരക്ഷണ സംവിധാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ 60ാം വാർഷികമാണ്, ഡയമണ്ട് ജൂബിലിയാണ്. അപ്പോൾ അറിയാതെയാണ് അത് വളരെ യാദൃച്ഛികമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാതൃഭൂമി ഒരു മിഷൻ മെഡിക്കൽ കോളേജ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ അതിൻ്റെ ഭാഗമായിട്ടാണ് അതെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, രഞ്ജിത്തും പ്രമോദും എല്ലാം കൂടി ചേർന്നിട്ട് ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് IT-യിലെ കുട്ടികളൊന്ന് ഇവിടെ ഉണ്ടായിരുന്ന പഴയ കട്ടിലുകളെല്ലാം എടുത്ത് തേച്ച് വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്ത് വീണ്ടും ഇടുന്നതെന്ന് പറഞ്ഞാൽ തോന്നിയതാണ് അന്ന്. പക്ഷേ MP ഫണ്ടിൽ നിന്ന് അത് ചെയ്യാവുന്നതായിരുന്നു. അതെൻ്റെ അറിവില്ലായ്മ. അപ്പോൾ പിന്നീട് കളക്ടർ പറഞ്ഞു ഇതിന് MP ഫണ്ടിൽ നിന്ന് പണം മകളുടെ പേര് ഇത് അതൊരു വലിയ നിമിത്തമാണ്. മകളുടെ പേരിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ മകളുടെ പേരിൽ MP ആയി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവൾ ഒരു നിമിത്തമാണ്. ഒരു അമ്മയും കുഞ്ഞിനും വേണ്ടിയാണ് ഇത് ഇനിയും മുന്നോട്ട് ചെയ്യും. ഇതിപ്പം കോഴിക്കോട് വലിയൊരു പട്ടണത്തിൽ എന്താണ് കേരളത്തിൻ്റെ 3ാമത്തെ സ്മാർട്ട് സിറ്റി എന്ന് പറയാവുന്ന പട്ടണത്തിൽ വെച്ചത്. പക്ഷേ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ മലപ്പുറം, കാസർഗോഡ് പോലെയുള്ള പ്രദേശങ്ങൾ, ആലപ്പുഴ നോക്കണം. ഇതൊരു വലിയ മാതൃകയാണ്. എല്ലാവരും ചെയ്യാവുന്ന 50 പറ്റില്ല. അമ്മയ്ക്കും വേണ്ടി പുതിയൊരു കുഞ്ഞ് ദൈവത്തിൻ്റെ സന്താനമായി ജനിച്ച് വീഴുമ്പോൾ അത് തറയിൽ കിടന്ന് ഉറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു വേദന തോന്നും. ആ വേദനയ്ക്ക് നമുക്കൊരു പരിഹാരം, ഒരു ലേപനം വേണമെന്ന് തോന്നിയാൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. MP ആയതിൻ്റെ പിറന്നാളാണല്ലേ? ഒരു വർഷമായി. ഇന്നലെ ഒരു വർഷം.